Hello everyone, welcome back to my channel. ഇന്ന് നമ്മൾ കേരള സ്റ്റൈലിൽ ഒരു കിടിലൻ ക്രാബ് റോസ്റ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങളൊരു സീ ഫുഡ് ലവർ ആണെങ്കിൽ ഈ ഒരു കേരള സ്റ്റൈൽ ക്രാബ് റോസ്റ്റ് എന്തായാലും ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഗ്രേവി വെള്ളയപ്പം ചോറിൻ്റെ ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് മുറിച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കുറേ നേരം കഴുകാനോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കാനോ ഒന്നും പാടില്ല. ഇതിൻ്റെ ആ ഒരു ചൊയ പോവും, പിന്നെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞണ്ട് കറി വെച്ചിട്ട് ഞണ്ടിൻ്റെ ആ ഒരു ചൊയ വന്നിട്ടില്ല, ആ ഒരു ടേസ്റ്റ് ഇല്ല എന്നുള്ളത്. ഇതാണ് കാരണം. അപ്പോൾ നന്നായി ഞണ്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം നമ്മളിത് മുറിക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് വെള്ളം ചേർത്ത് കഴുകിയാൽ മതി. ഒരുപാട് നേരം വെള്ളത്തിലിട്ട് കളിക്കരുത്. അപ്പോൾ നമ്മൾ ആ ഞണ്ടിൻ്റെ ആ ഒരു ടേസ്റ്റും ചൊയൊന്നും കിട്ടില്ല. പാന് ചൂടായി വരുമ്പം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നമ്മൾ നാടൻ റെസിപ്പീസ് ട്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും പെരിഞ്ജീരകവും ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു പിടി ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്. കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 13 ചുവന്നുള്ളി. ഇതേ അളവിൽ തന്നെ ഒരു പിടി വെളുത്തുള്ളിയും കുറച്ച് വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഉലുവയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി കൂടി ചേർത്തിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഇഞ്ചും കൂടി ചേർക്കുക, എന്നിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സെയിം ബൗളിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പെരിഞ്ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്, അത് മാറ്റാൻ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഫൈനലായിട്ട് നമുക്കിതിലേക്ക് പുളിവെള്ളം കൂടി ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും നന്നായി ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞണ്ടിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ഗ്രേവി അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്, നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്താൽ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ once again, thank you so much for watching. We'll be back soon with another video.